രാഹുൽ, നിലവിലെ സാഹചര്യം എന്താണ്? അവിടെ രക്ഷാപ്രവർത്തനത്തിനായിരുന്ന സംഘങ്ങളൊക്കെ അവിടെ എത്തുകയാണോ? സന്ധ്യ, ദൗത്യസംഘം സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ട ട്രക്ക് SDRFിൻ്റെയാണ്. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ ഫോഴ്സിൻ്റെ ആദ്യ വാഹനമാണ് ആ മേഖലയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയും രക്ഷാദൗത്യം അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്നുള്ളതാണ്. SDRF മാത്രമല്ല, NDRFും നാവികസേനയും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്നുള്ള സംയുക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇന്ന് നടക്കുക എന്നതാണ്. 5:30യോടുകൂടി തന്നെ ആരംഭിക്കും എന്നതാണ് പറഞ്ഞിരുന്നുവെങ്കിലും ആ സമയത്ത് പക്ഷേ രക്ഷാദൗത്യം എന്തായാലും തിരച്ചിൽ എന്തായാലും പുനരാരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 6:15 മോശം കാലാവസ്ഥ, അതുപോലെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് 5:30 തന്നെ തുടങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വരികയും ഇപ്പോൾ എന്തായാലും ദൗത്യസംഘം തൊട്ടൊരു ഒരു വാഹനം കൂടെ വരികയാണ്. ഇതും SDRFിൻ്റെ തന്നെ വാഹനമാണ്. ഇന്നലെ രാത്രിയൊക്കെ തിരച്ചിൽ നടത്തിയ സംഘം തന്നെയാണ്. ഇവിടെ നിന്ന് മടങ്ങിയതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. എന്തായാലും ഇന്ന് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി എന്ത് തന്നെയായാലും SDRFിൻ്റെ കൂടുതൽ വാഹനങ്ങൾ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ NDRFിൻ്റെയും നാവികസേനയുടെയും ഒക്കെ വാഹനങ്ങൾ രക്ഷാപ്രവർത്തകർ എത്തും എന്ന് തന്നെയുള്ള വിവരമാണ് നമ്മളെയും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി നാട് ഒന്നടങ്കം തന്നെ കാത്തിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ ഓരോരുത്തരും പോകുമ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ്. വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തിച്ചേരുക, പരമാവധി വേഗത്തിൽ തിരച്ചിൽ നടത്തുക, അർജുനെ കണ്ടെത്താൻ കഴിയണം എന്നത് തന്നെയാണ്. വാഹനങ്ങളും രക്ഷാപ്രവർത്തകരും എല്ലാം തന്നെ പോകുന്ന സമയത്ത് നമ്മളിവിടെ നിന്നും പ്രതീക്ഷിക്കുന്നത്, പ്രാർത്ഥനയോടെ തന്നെ ആഗ്രഹിക്കുന്നത് അർജുനെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ്. സന്ധ്യ, രക്ഷാപ്രവർത്തന സംഘങ്ങളെല്ലാം അപകട സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേവി, പോലീസ്, SDRF, NDRF എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. സംഘങ്ങൾ ഓരോരുത്തരായി അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5:30 രക്ഷാപ്രവർത്തനം തുടരും എന്ന് അറിയിച്ചിരുന്നെങ്കിലും വെളിച്ചക്കുറവാണ് ഇതിനൊരു പ്രതികൂലമായി നിന്നത്. അതോടൊപ്പം തന്നെ ഇത് വളരെ ദുസ്സഹമായൊരു രക്ഷാപ്രവർത്തനം കൂടിയാണ്. കാരണം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്, മഴയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടായിരിക്കും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒരുപാട് മണ്ണ് മൂടിക്കിടക്കുകയാണ്. അർജുൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് മണ്ണ് മൂടിക്കിടക്കുകയാണ്. അതൊക്കെ തന്നെ ഇതിനൊരു പ്രതികൂലമാവുകയാണ്. അത്ര എളുപ്പമുള്ള ഒരു രക്ഷാപ്രവർത്തനമല്ല. എന്തായാലും സംഘങ്ങൾ ഓരോരുത്തരായിട്ട് അവിടെ എത്തുകയാണ്. റഡാർ എത്തിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്ന് അവിടെ എത്തുക. എത്ര ആഴത്തിലുള്ള വസ്തുവും കണ്ടെത്താൻ സഹായിക്കുന്നതാണ് റഡാർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം. 4ാം നാൾ അർജുൻ തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് കേരളവും അർജുൻ്റെ കുടുംബവുമെല്ലാം. രക്ഷാപ്രവർത്തനത്തിൻ്റെ സംഘങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നത്. രാഹുൽ, ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമായിരിക്കും. എന്തായാലും ഇന്നലത്തെ പോലെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. സംഘങ്ങളൊക്കെ അവിടെ എത്തിച്ചേരുകയാണല്ലോ. എന്തായാലും ഉടനെ തന്നെ അവിടെ ഇപ്പോൾ നേരത്തെക്കാളും വെളിച്ചം എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും അല്ലേ? വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ നേരത്തെ അരിപ്പാറക്കലൊക്കെ പങ്കുവച്ചതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സന്ധ്യ, തീർച്ചയായും ഇപ്പോൾ സമയം 6:15 പിന്നിട്ടിട്ടുണ്ട്. 6:18 ആയിട്ടുണ്ട്. വെളിച്ചം വീണ് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും മഴ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതാണ്, മഴക്കാറാണ് ഈ മേഖലയിൽ ആകെ ഉള്ളത്. അതുകൊണ്ട് വെളിച്ചക്കുറവ് വലിയ പ്രതിസന്ധി തന്നെയാണ്. നേരം വെളുത്തു എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഇപ്പോഴും കൃത്യമായി വെളിച്ചം വീണ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 5:30യോടുകൂടി തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് വൈകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. 8:30യോടുകൂടി, അതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം, 8:30യോടുകൂടി റഡാർ സംവിധാനം ഈ സ്ഥലത്തേക്ക് എത്തിച്ച് തിരച്ചിൽ തുടങ്ങും എന്നുള്ളതാണ്. അത് ബംഗളൂരുവിൽ നിന്നാണ് റഡാർ സംവിധാനം കൊണ്ടുവരുന്നത്. ഈ ട്രക്ക് മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലേക്ക് ഇന്ന് പോകുന്നത്. വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ പോലും കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് തിരച്ചിലിനായി
ഉപയോഗിക്കുക എന്നതാണ്. കാരണം ഒരു 4 ആളോളം ഉയരത്തിലാണ് മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണിരുന്നത്. നമുക്ക് ഇത് ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ പോലെ കാണാൻ കഴിയും. മലയുടെ ഭാഗങ്ങൾ ചെത്തിയെടുത്തുകൊണ്ടാണ് ദേശീയപാതയുടെ വികസനം നടത്തിയിട്ടുള്ളത് എന്നതാണ്. നമ്മൾ വന്ന സ്ഥലത്ത്, അതായത് നമ്മൾ ഈ കർണാടകയിൽ നിന്ന് വരുമ്പോൾ ഏകദേശം കാസർഗോഡ് നിന്ന് വരുന്ന സമയത്ത് കാസർഗോഡ് നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെയായാണ് ഈ സ്ഥലം, ഈ അപകടം നടന്ന സ്ഥലം എന്നുള്ളതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലം കർവാരാണ്. കർവാരിൽ മരം എടുക്കുന്നതിന് വേണ്ടിയാണ് അർജുൻ പോയിരുന്നത്. അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് അപകടം സംഭവിക്കുന്നത്. 16-ാം തീയതി ചൊവ്വാഴ്ച മഴ ശക്തമായതിനെ തുടർന്ന് വാഹനം നിർത്തി വിശ്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അങ്കോല ഷെരൂരിൽ വാഹനം നിർത്തിയിരുന്നത്. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. മറ്റു ചില ആളുകൾ, യാത്രക്കാർ, കുടുംബങ്ങളൊക്കെ അവിടെ വാഹനം നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലെ 5 പേരും അത് മറ്റു വാഹനത്തിലുണ്ടായിരുന്ന 2 പേരടക്കം 7 പേരാണ് ഇതിനകം തന്നെ മരണപ്പെട്ടിരുന്നത്. തീർച്ചയായും രാഹുൽ സൂചിപ്പിച്ചതുപോലെ വലിയൊരു അപകടം. രാഹുൽ ഈ സൂചിപ്പിച്ച ചായക്കട ഉടമയും ഈ പറഞ്ഞ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു ദുരന്തം നടന്ന ഒരു മേഖലയിലാണ് അർജുന്റെ ലോറി അകപ്പെട്ടിരിക്കുന്നത്. അർജുന്റെ ലോറി അവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഷിരൂരിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി രാഹുലാണ് നമുക്കൊപ്പം ചേരുന്നത്.